معدن الأسرار الربانية وخزائن العلوم الاستفائية صاحب الخبلة الأصلية والبهجة السنية ورتبة العليا بل اندرجت النبيون تحت لوائه فهم منه وإليه وعلى آله وصحبه وسلم تسليما اللهم زده شرفا على شرفه الذي أوليت وعزا على عزه الذي أعطيت ونورا على نوره الذي منه خلقت وأعلي مقامه في مقامات المرسلين ودرجته في درجات النبيين نسألك رضاك ورضاه يا رب العالمين مع العافية الدائمة والموت على الكتاب والسنة وكلمتي الشهادة من غير تبديل ولا تغيير فاغفر لنا فاغفر والدينا وأزواجنا وذرياتنا وأهالينا وارتكبناه بمنك وفضلك وجودك وكرمك يا أكرم الأكرمين ويا أجود الأجودين റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ് മാലികുൽ മുലൂക്കായ അല്ലാഹ് രാജാധിരാജനായ അല്ലാഹ് ഞങ്ങൾ പാപികളാണ് അല്ലാഹ് ഞങ്ങളുടെ പാപത്തെ പുറത്തു തരണേ അല്ലാഹ് ഞങ്ങൾ ദോഷികളാണ് അല്ലാഹ് ഞങ്ങളുടെ ദോഷത്തെ പൊറുക്കണേ അല്ലാഹ് ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാഹ് ഞങ്ങളുടെ കുറ്റത്തെ മാപ്പ് ചെയ്യണേ അല്ലാഹ് ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ വലിപ്പം കൊണ്ടോ ദോഷത്തിന്റെ വലിപ്പം കൊണ്ടോ ഞങ്ങൾ ചെയ്ത അമലിന്റെ കുറവ് കൊണ്ടോ അല്ലാഹ് ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാഹ് ഞങ്ങളിലേക്ക് മുസീബത്ത് ഇറക്കല്ലേ അല്ലാഹ് ഞങ്ങളെ ഹലാക്കാക്കല്ലേ അല്ലാഹ് കൊറോണ പോലത്തെ മാരകമായ രോഗത്തെ പിടിപ്പിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് മുസീബത്ത് ഇറക്കല്ലേ അല്ലാഹ് തരല്ലേ അല്ലാഹ് ഒരുപാട് പുതിയ രോഗങ്ങൾ വരുന്നു അല്ലാഹ് അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കാവല് തരണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയത് പറഞ്ഞത് കേട്ടത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് അത് ഞങ്ങളുടെ നേതാവായ മുത്തനബി തങ്ങളിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ് എല്ലാ ബദരീങ്ങളിലേക്കും ഹദിയ ചെയ്യുന്നു അല്ലാഹ് എല്ലാ സഹാബി വരന്മാരിലേക്കും ഹദിയ ചെയ്യുന്നു അല്ലാഹ് ഈ പറയപ്പെട്ട എല്ലാവരിലേക്കും ഹദിയ ചെയ്യുന്നു അല്ലാഹ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആരുടെ സവിധത്തിലാണോ ഈ പുണ്യാത്മാക്കളിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവയുടെ ദർജനെ ഉയർത്തണേ അല്ലാഹ് കറാമത്ത് ദായിമാക്കണേ അല്ലാഹ് അവരുടെ മദദ് എപ്പോഴും ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഈ പുണ്യാത്മാക്കളെ കൊണ്ട് എപ്പോഴും എല്ലാ തുറയിലും ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ സഹായിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ സഹായിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ മരുമക്കളെ പേർമക്കളെ സഹായിക്കണേ അല്ലാഹ് ജ്യേഷ്ഠാതിമാരെ സഹായിക്കണേ അല്ലാഹ് സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ ഈ മഖാമിൽ വന്നു പോകുന്ന സഹായം ചോദിച്ചു പോകുന്ന എല്ലാ നാനാജാതി ജനങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ് എല്ലാവർക്കും ഇവിടെ കൊണ്ട് ശിവ നൽകണേ അല്ലാഹ് ഇവിടെ കൊണ്ട് പരിഹാരം നൽകണേ അല്ലാഹ് എല്ലാ നിലക്കും പരിഹാരം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ പഠിച്ചോനെ ഞങ്ങളുടെ ദുന്യവിയ ജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ് അതിലുപരി ഞങ്ങളുടെ പാരത്രിക നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ് ജീവിക്കൽ ഖൈറായ കാലം അത്രയും ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിച്ചുകൊണ്ട് മരിക്കൽ ഖൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് അല്ലാഹ് വിശദീകരണമില്ലാതെ അറിയുന്ന അല്ലാഹ് നീ സർവവും ഹാസിലാക്കണേ അല്ലാഹ് സർവവും ഹാസിലാക്കണേ അല്ലാഹ് വിശദീകരണമില്ലാതെ അറിയുന്ന അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങൾ ഒരുപാട് പേര് രോഗികളാണ് അല്ലാഹ് ശാരീരിക രോഗങ്ങളുണ്ട് റബ്ബേ മാനസിക രോഗങ്ങളുണ്ട് റബ്ബേ പൈശാചിക രോഗങ്ങളുണ്ട് റബ്ബേ സിഹിർ സംബന്ധമായ രോഗങ്ങളുണ്ട് റബ്ബേ കണ്ണേറ് സംബന്ധമായ രോഗങ്ങളുണ്ട് റബ്ബേ ശത്രു സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നു റബ്ബേ പടച്ചവനെ പല വിധത്തിലുണ്ട് ശാരീരികമായുണ്ട് ആന്തരികമായുണ്ട് മാനസികമായുണ്ട് പൈശാചികമായുണ്ട് എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ് നീ ശിഫയാണ് റബ്ബേ ശിഫയാക്കണേ നീ ശിഫയാക്കണേ അല്ലാഹ് ഈ പുണ്യ
ആത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് ശിവയാക്കണേ അല്ലാഹ്. നീ ശിഫ തരണേ അല്ലാഹ്. പടച്ചവനെ യൂട്രസിന് മുഴയുള്ള സഹോദരിമാരുണ്ട്, മാറിന് മുഴയുള്ള സഹോദരിമാരുണ്ട്, അന്നനാളത്തിൽ ക്യാൻസർ വന്നു പോയിട്ടുണ്ട്, പലവിധ അംഗങ്ങളിലും ക്യാൻസർ വന്നിട്ടുണ്ട് റബ്ബേ. നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. മനസ്സിന് സമാധാനം തരണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ഈ പരീക്ഷിക്കല്ലേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ട്യൂമറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസർ വന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് റബ്ബേ. പൂർണ്ണമായും ശിഫയാക്കണേ അല്ലാഹ്. ആ കുഞ്ഞുമകനടക്കം ആ കുഞ്ഞടക്കമുള്ള എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. നീ ശിഫ നൽകണേ അല്ലാഹ്. മനുഷ്യന്മാർ വെറുക്കുന്ന രോഗങ്ങൾ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും ഖൈറായ നിനക്ക് മറ്റൊരാൾക്കും ഭാരമില്ലാതെ ഓർമ്മശക്തിയോടുകൂടി കൈകാലുകൾക്ക് ശേഷിയോടുകൂടി നിനക്ക് ശുക്ർ ചെയ്തുകൊണ്ട് 5 വക്ത് നിസ്കാരം കൃത്യമായി നിത്യമായി നിസ്കരിച്ചുകൊണ്ട് ജീവിക്കാൻ മരണം വരെ തൗഫീഖ് തരണേ അല്ലാഹ്. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് നല്ല സദസ്സിൽ വെച്ചുകൊണ്ട് മരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. വീടില്ലാത്ത പാപങ്ങളുണ്ട് റബ്ബേ, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണി പാതി വഴിയിലായവരുണ്ട് റബ്ബേ, പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, വീട് വെച്ച് കടമ്പേറിയവരുണ്ട് റബ്ബേ, നീ സലാമത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, വീട് പണയപ്പെടുത്തിക്കൊണ്ട് പലിശയിലകപ്പെട്ട് കുടുങ്ങിപ്പോയവരുണ്ട് റബ്ബേ, എളുപ്പത്തിൽ സലാമത്ത് നൽകണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കടംവെടി കൊടുക്കാനുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ജപ്തി വന്ന് നാണം കെടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഖൈറായ വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ്. പടച്ചവനെ, സർവ്വ അപകടങ്ങളും ഞങ്ങളുടെ മക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും സഹോദര സഹോദരിമാരെയും മരുമക്കളെയും പേരമക്കളെയും നീ കാക്കണേ അല്ലാഹ്. സഹോദരി സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്. വരെ കാക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ കാക്കണേ അല്ലാഹ്. ഈ മഹിതമായ മജ്‌ലിസിലേക്ക് മഖാമിലേക്ക് ഇന്നവരെ സഹായിച്ചവരെ സഹായിക്കണേ അല്ലാഹ്. പടച്ചവരെ, ഇന്നവരെ ഹദിയ നൽകിയവർ പലരും ഉണ്ട് റബ്ബേ. ഈ മഹത്തായ ഉറൂസിന് വേണ്ടി ഒരുപാട് പേര് ഹദിയ നൽകിയവരുണ്ട് റബ്ബേ. അവരെ നീ കാക്കണേ അല്ലാഹ്. കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് നല്ല മരണം തരണേ അല്ലാഹ്. വാഹനത്തിൽ അടിപ്പെട്ട് മരിക്കേണ്ട അവസ്ഥ വരുത്തരുതേ അല്ലാഹ്. ശരീരം ഛിന്ന ഭിന്നമാക്കല്ലേ അല്ലാഹ്. മരണത്തിന് ശേഷം വെട്ടിമുറിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം എന്ന ഓമന പേര് നൽകി വെട്ടിമുറിക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ കാക്കണേ അല്ലാഹ്. മരുമക്കളെ പേരമക്കളെ സഹോദര സഹോദരിമാരെ കാക്കണേ അല്ലാഹ്. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, നിന്റെ ഹിഫ്ള് ഹിമായത്ത് തരണേ അല്ലാഹ്. കൊറോണ പോലത്തെ രോഗങ്ങളെ നൽകി നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളാണ് ഞങ്ങളുടെ മക്കള്. അല്ലാഹുവേ, ആൺമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പെൺമക്കളെ സജ്ജമതികളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ കാരണമായി ഞങ്ങൾ നീ അയിബാക്കല്ലേ അല്ലാഹ്. നാണം കെടുത്തല്ലേ അല്ലാഹ്. മോശമായ പ്രവൃത്തിയുള്ള മക്കളുണ്ട് റബ്ബേ, കള്ളുകുടിയന്മാരായ മക്കളുള്ളവരുണ്ട് റബ്ബേ, കഞ്ചാവിന് അഡിക്റ്റായവരുണ്ട് തമ്പുരാനെ. അനാശാസ്ത്ര പ്രവർത്തനങ്ങളിൽ മുഴുകി നടക്കുന്ന മക്കളുണ്ട് റബ്ബേ. ആ അനാശാസ്ത്ര പ്രവർത്തനങ്ങളും കള്ളുകളിൽ നിന്നും കഞ്ചാവുകളിൽ നിന്നും ആ മക്കളെ നീ കരകയറ്റണേ അല്ലാഹ്. ഹിദായത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം തരണേ അല്ലാഹ്. ഉപകാരം തരണേ അല്ലാഹ്. അവർ കാരണമായി നീ അയിബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ കാരണമായി നീ ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ കച്ചവടങ്ങളിൽ, മരുമക്കളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, ഇടപാടുകളിൽ, കൃഷിയിടങ്ങളിൽ, വീടുകളിൽ, വാഹനങ്ങളിൽ അല്ലാഹു ഞങ്ങളുടെ മരുമക്കളുടെയും മക്കളുടെയും ഭർത്താക്കന്മാരുടെയും സഹോദര സഹോദരിമാരുടെയും എല്ലാ കാര്യങ്ങളും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് റബ്ബേ, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ജോലിക്കാരുണ്ട്, കിട്ടുന്ന വേതനങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
കടമ്പേറിയവരുണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന മക്കൾ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഉണ്ട് റബ്ബേ. ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. പടച്ചവനെ വധുക്കളെ കൊണ്ട് ഭാര്യമാർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ. വധുക്കളെ കിട്ടാൻ അനുയോജ്യമായ ഭാര്യയെ കിട്ടാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. ഇണകളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ഗുരുത്തം കെട്ട മക്കളാക്കല്ലേ അല്ലാ. താന്തോണികളാക്കല്ലേ അല്ലാ. വഴിപഴച്ചവരാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വയസ്സാകുന്ന സമയത്ത് വ്യാവൃത്തരാകുന്ന സമയത്ത് താങ്ങുന്നവരുമാകുന്ന മക്കളാക്കണേ അല്ലാ. ആശ്വസിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാ. കാരുണ്യത്തിന്റെ വിടർത്തി തരുന്ന മക്കളാക്കണേ അല്ലാ. മാലിക്കുൽ മുലൂക്ക് റബ്ബേ ഞങ്ങളുടെ മനാന്തരങ്ങളിലുള്ള മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. മുഴുവൻ പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാ. മുഴുവൻ വിഷമങ്ങളും ഇല്ലാതെയാക്കണേ അല്ലാ. മുഴുവൻ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ആവശ്യമാണ്. ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായതൊക്കെ ഹലാലായ മാർഗത്തിലൂടെ തരണേ അല്ലാ. ഹലാലായ മാർഗത്തിലൂടെ തരണേ അല്ലാ. പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പടച്ചവനെ വിചാരിച്ചിട്ട് പോലും പോകാൻ പറ്റാത്തവരുണ്ട്. അല്ലാ എളുപ്പത്തിൽ നീ തൗഫീഖ് തരണേ അല്ലാ. അതിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ലാ തദഅ ലനാ മഖാമിനാ ഹാദാ ദംബൻ ഇല്ലാ ഗഫർതാ വലാ ഹമ്മൻ ഇല്ലാ ഫറജ്താ വലാ കർബൻ ഇല്ലാ കശഫ്താ വലാ ദൈനൻ ഇല്ലാ അദൈതാ